അപ്പം നമ്മൾ മോര് ചേർക്കാതെ എങ്ങനെയാണ് ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുമെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് മാമ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഈ മോര് ചേർക്കാത്ത മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ ആവശ്യമായ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി അതിലേക്ക് മാമ്പഴ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് മാമ്പഴം വെന്തോന്ന് നോക്കാം. അപ്പം മാമ്പഴം ഒരു 1/4 വേവാകുമ്പോൾ നമ്മൾ 5 കഷ്ണം കൊടംപുളി വെള്ളത്തിയിട്ട് കുതിർത്തത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ കൊടംപുളി നന്നായിട്ട് കുതിർത്തതാണിത്. അപ്പം ഈ 5 കഷ്ണം കൊടംപുളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ മോര് ചേർക്കാത്തത് കൊണ്ട് ആ മോരിൻ്റെ പുളി കിട്ടണമെങ്കിൽ 5 കഷ്ണമെങ്കിലും കൊടംപുളി നമ്മൾ ഇട്ട് കൊടുക്കണം. ചെറിയ കഷ്ണമാണെങ്കിൽ 5 കഷ്ണം വേണം, വലിയ കഷ്ണമാണെങ്കിൽ 4 കഷ്ണം മതിയാവും. അപ്പം നമുക്ക് ഈ വെള്ളത്തോടു കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി അടച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കൂടി വെന്താൽ മതിയാവും. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് മിക്സർ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരപ്പിന് നമ്മൾ എത്രത്തോളം മാമ്പഴം എടുത്തിട്ടുണ്ടോ അത്ര ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പം ഇവിടെ അരമുറി തേങ്ങ മതിയാവും. ഇത് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഞാൻ മുമ്പ് കറിയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് അരപ്പിൽ ഒരു പച്ചമുളക് മതിയാവും. ഒരു പച്ചമുളക് ചേർക്കാം. 2 കഷ്ണം ഉള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കൈവശം ജീരകം ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ കറിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. നമുക്ക് ഈ അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള അരപ്പ് കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടായാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ കുടംപുളി ഇതിനകത്ത് കിടക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഈ കുടംപുളി ഇതിനകത്ത് കിടന്നാൽ കുടംപുളിയുടെ ഒരു ചൊവ്വ ഇതിനകത്ത് വരും. അപ്പോൾ ഇത് പുളി ആവശ്യത്തിനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുടംപുളി ഈ കറിയിൽ നിന്നെടുത്ത് മാറ്റാം. കുടംപുളി വീണ്ടും ഇതിനകത്ത് കിടന്ന ആ ഒരു മോരിൻ്റെ ചുവ പോകും. അപ്പം മോരിട്ട ആ ഒരു പുളി വരുന്നെങ്കിൽ നമ്മൾ കുടംപുളിയുടെ ആദ്യത്തെ ഒരു സ്റ്റേജ് മതിയാവും. അപ്പോൾ കുടംപുളി കിടന്ന് നന്നായിട്ട് വെന്ത് പിന്നെയും കുറേ നേരം കൂടി ആയാൽ കുടംപുളിയുടെ ടേസ്റ്റ് ഈ കറിയിലേക്ക് വരും. അപ്പോൾ കുടംപുളിയുടെ പുളി മാത്രം മതിയാവും. ആ കുടംപുളിയുടെ ഒരു ടേസ്റ്റ് ഇതിൽ വേണ്ട. അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നേരിയ ഒരു മധുരം ഇതിന് വരാൻ വേണ്ടിയിട്ടാണ്. മാമ്പഴത്തിൻ്റെ മധുരമുണ്ട്, പക്ഷെ കുറച്ചുകൂടി ഒരു മധുരം ഉണ്ടെങ്കിൽ പുളിയും മധുരമൊക്കെ ആകുമ്പം നല്ല ഒരു ഒറിജിനൽ മോര് ചേർത്ത മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് ഇതിന് കൊടുക്കും. അപ്പം നമുക്ക് ശർക്കര ചേർത്ത് ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ശർക്കര ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് ഇപ്പോൾ കുറച്ചുകൂടി വേണം. ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കാം. മോര് ചേർത്തിട്ടില്ല എന്ന് പറയില്ല. അപ്പം നല്ല ഒരു ടേസ്റ്റാണിത്. ചെറിയ മധുരവും പുളിപ്പും ഒക്കെ ഉള്ള ഒരു അടിപൊളി മാങ്ങ പുളിശ്ശേരിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 സ്പൂൺ എണ്ണ
മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മറക്കരുത്, സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് 1/2 സ്പൂൺ മുളക് പൊടിയാണ്. ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ ആക്കുക. ഇപ്പം കണ്ടല്ലോ, നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമുക്ക് ഈ താളിപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒട്ടും മോര് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മോര് ചേർക്കാത്ത മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാവും. പ്ലീസ് support us. Thank you very much.